ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്സൈൻ. ഇന്ന് നമുക്ക് ബോട്ട്സ്റ്റോൺ 1000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്പീക്കറാണ് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പീക്കറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്പീക്കറാണോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം 2 മന്ത് യൂസിന് ശേഷമാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം അൺബോക്സിങ് കാണാം, എന്നിട്ട് റിവ്യൂയിലോട്ട് എടുക്കാം. ലെറ്റ്സ് ഗോ. ബോക്സിലായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം സാധനങ്ങളൊന്നും വരുന്നില്ല. ഒരു ചെറിയ ചാർജിങ് കേബിളും ഓക്സ് കേബിളും പിന്നെ ഒരു വാറണ്ടി കാർഡും യൂസർ മാനുവലുമാണ് വരുന്നത്. ഇതിൽ ഈ കേബിൾസ് രണ്ടും ഷോർട്ടാണ്, പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എന്നാലും ചാർജിങ്ങിനൊന്നും വലിയൊരു ഉപകാരം ഉണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം ഷോർട്ടായിട്ടാണ് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഞാനിവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ള കളർ ബ്ലാക്ക് ആണ്. ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വരുന്നത്. കാണാൻ അത്യാവശ്യം സൈസ് ഉണ്ടെങ്കിലും തീരെ വെയിറ്റ് തോന്നിക്കുന്നില്ല. ഇനി നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഫയറിംഗ് ആയിട്ടാണ് സ്പീക്കേഴ്സ് വരുന്നത്. അതായത് നമ്മളിങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡയറക്ഷനിലോട്ട് ഇതിൻ്റെ സ്പീക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും, കാരണം ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധാരണ 5 വാട്ടിൻ്റെ സ്പീക്കറൊക്കെ മുകളിലോട്ടാണല്ലോ വരിക, പക്ഷേ ഇത് നമുക്ക് സൈഡിലോട്ട് എങ്ങോട്ട് വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ 2 7 വാട്ടിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. മൊത്തം 14 വാട്ടാണ്. ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ കൃത്യമായിട്ട് സൗണ്ട് എന്നുള്ള സെക്ഷനിൽ കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ഡിസൈനിങ്ങിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ സൈഡിലായിട്ടാണ് മറ്റു ബട്ടൺസൊക്കെ വരുന്നത്. ഒരു വോളിയം പ്ലസ് ബട്ടന്, മൈനസ് ബട്ടന്, ട്രാക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ ഒരു ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ നമുക്ക് 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓൺ ആവും, അതുപോലെ ഓഫ് ആവും ചെയ്യും. ഇപ്പോൾ ചില ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആവുന്ന സമയത്തും ഓഫ് ആവുന്ന സമയത്തും വല്ലാതെ ലൗഡായിട്ട് അല്ലെങ്കിൽ ഫുൾ വോളിയത്തിലാണ് ഓൺ ആവുകയാണ് ഓഫ് ആണെന്ന് പറയാം. അതായത് എന്തെങ്കിലും ഒരു വോയിസ് കമൻറ്റോ അല്ലെങ്കിൽ ഒരു ടോണൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഫുൾ വോളിയത്തിലല്ല പറയുന്നത്, അതേ സ്ഥാനത്ത് കുറഞ്ഞ വോളിയത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഒക്കെ ഓണാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫ് ആക്കുന്ന സമയത്ത് ഓവർ സൗണ്ട് വന്നിട്ട് ഡിസ്റ്റർബ് ആകുന്ന ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ഇത് ഞാൻ അവിടെ പറയാനുള്ള കാരണം, ബോട്ട്സ്റ്റോണിൻ്റെ 190 എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഇതിന് മുമ്പ് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഫുൾ വോളിയത്തിലായിരുന്നു പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല. എന്നാലും ഇവിടെ വോയിസ് കമൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ ചെറിയ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഒന്നുമല്ല. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് ആയിരിക്കും ബെറ്റർ ആയിട്ട് വരിക. പക്ഷേ ഇവിടെ ഇപ്പം വോയിസ് കമൻറ്റാണ്. ഇനിവേ ആ ഒരു ഓവർ വോളിയത്തിൻ്റെ പ്രശ്നം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇനി എന്നുള്ളൊരു മോഡ് ബട്ടൺ കാണാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓക്സ് കണക്ഷൻ തമ്മിലും അതുപോലെ ബ്ലൂടൂത്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ 2 കണക്ഷൻ മെത്തേഡ് അല്ലാതെ മറ്റ് അധികം കണക്ഷൻസ് ഒന്നും വരുന്നില്ല, അതായത് USB ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര പ്രൈസ് കൊടുത്തിട്ട് USB വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിന് ആ ഒരു ഫീച്ചർ വരുന്നില്ല. അതൊരു അഡീഷണലായിട്ട് ഇവർക്ക് കൊടുക്കായിരുന്നു, പക്ഷേ എന്തോ അവർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഓണായതും ഓഫായത് കാണിക്കാനും അതുപോലെ ചാർജിങ് കാണിക്കാനൊക്കെ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ മൈക്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോളിങ്ങിൻ്റെ സമയത്ത് സംസാരിക്കാനൊക്കെ ഈ ഒരു മൈക്ക് മതി. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അല്ലാതെ ഓഡിയോ റെക്കോർഡിങ്ങിനുള്ള അത്ര ലെവൽ ക്വാളിറ്റി ഇല്ലെങ്കിലും കോളിങ്ങിനൊക്കെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ടൊരു സ്ട്രാപ്പ് കാണാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ പറ്റും. അതങ്ങോട്ട് താത്തി വെച്ചാൽ കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഞാനിത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. സോ നമുക്ക് ചുമരിലൊരു 2 ആണി ഫിക്സ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും, കാരണം ഓവർ വെയിറ്റ് വരുന്നില്ല. അപ്പോൾ ചെറിയ റൂം അല്ലെങ്കിൽ ഓഫീസ് റൂമൊക്കെ ആണെങ്കിൽ അധികം സൈസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കിത് നൈസായിട്ട് തന്നെ ഹാങ് ചെയ്തിടാം. അതിനും കൂടെ ഈ ഒരു സ്ട്രാപ്പ് ഉപകാരപ്പെടും. പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ല് കംപ്ലീറ്റ്ലി മെറ്റലാണ്. അതിൻ്റെ താഴെ നമുക്കൊരു ബോട്ടിൻ്റെ ലോഗോയും കാണാം. ബാക്കി എല്ലാ ബിൽഡും പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. സൈഡിലായിട്ട് റബ്ബറും വരുന്നുണ്ട്.
അപ്പോൾ ഇത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടും ഫുൾ വോളിയത്തിൽ ബേസ് വരുന്ന സമയത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്ത് പോണ പോലെ തോന്നിയിട്ടില്ല. നല്ല ഫിക്സ്ഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും അടിപൊളിയാണ്, ഒരു കുറവും തോന്നിയിട്ടില്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ട് പോലും വലിയ ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നും അല്ല കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും ബിൽഡ് ഫിനിഷിങ്ങും അതുപോലെ ഡിസൈനിങ്ങും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇത് പക്ക കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളൊരു ബാഗിലൊക്കെ ഇട്ട് കൊണ്ടെടുക്കുക എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിനൊന്നും ഇത് ഉപകാരപ്പെടില്ല. കാരണം അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. നമ്മൾ വല്ല വാഹനത്തിലൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം നമുക്ക് അവിടെ ആണെങ്കിലൊക്കെ ഒപ്പിച്ച് വെക്കാൻ പറ്റും. അല്ലാതെ എപ്പോഴും ഇത് ക്യാരി ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല. പക്ഷേ പുറത്ത് നമുക്ക് ട്രിപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ലൗഡായിട്ട് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്രക്കും ലൗഡ്നെസ് വരുന്നുണ്ട്. എന്നാൽ നമുക്കിനി സൗണ്ടിൻ്റെ വിശേഷങ്ങളിലോട്ട് തന്നെ കിടക്കാം. ലെറ്റ്സ് ഗോ. സൗണ്ടിനെ കുറിച്ച് ഗൈസ് എനിക്ക് അധികമൊന്നും പറയാനില്ല. നിങ്ങൾക്ക് സൗണ്ട് ടെസ്റ്റ് തന്നെ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. കാരണം ഈ ഒരു 14 വാട്ട്സ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര ലൗഡ്നെസ്സും ബേസുമാണ് ഈ ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുള്ളത്. ഒടുക്കത്തെ ക്ലാരിറ്റിയുമാണ്. ഈ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ ചെറിയ ലൗഡ്നെസ്സിൽ കേൾക്കുന്ന സമയത്ത് വലിയൊരു ബേസ് കിട്ടില്ല. കാരണം ഇത് ചെറിയ സൗണ്ടിൽ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പീക്കറല്ല. അത്യാവശ്യം ഒരു 60% അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടിയ വോളിയത്തിലിട്ട് കേൾക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ആ ഒരു സമയത്ത് നല്ല ഫുള്ളായിട്ടുള്ള ബേസും അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ ലൗഡ്നെസ്സും എല്ലാ ഫീലിങ്ങും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഫ്രീക്വൻസി വൈസ് നോക്കുകയാണെങ്കിൽ പോലും എല്ലാം അത്യാവശ്യം കറക്റ്റായിട്ടാണ് വരുന്നത്. വോക്കൽസ് ആണെങ്കിലും ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ഒക്കെ അടിപൊളിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസിന് ഞാൻ ഒരിക്കലും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് കുറ്റം പറയില്ല. കാരണം ഒരു റൂമിൽ എന്തായാലും ഇതിൻ്റെ ലൗഡ്നെസ് കുറവായിട്ട് തോന്നില്ല. ഇനി വലിയ റൂമാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട്ഡോർ യൂസ് ചെയ്യാനും അത്യാവശ്യം നല്ല ലൗഡ്നെസ് വരുന്നുണ്ട്. ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു കുറവും തോന്നാൻ പോകുന്നില്ല. അങ്ങനെ സൗണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സ്പീക്കറാണിത്. കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരു ബോട്ട്സ്റ്റോൺ 650 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് 10 വാട്ട്സ് ആണ് വരുന്നത്. പക്ഷേ ആ ഒരു 10 വാട്ട്സും ഈ ഒരു 14 വാട്ട്സും തമ്മിൽ വലിയ ഡിഫറൻസ് ആണുള്ളത്. ജസ്റ്റ് 4 വാട്ട് കൂടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ ഡിഫറൻസ് ആണ്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത്. ഇനി ബേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൗഡ്നെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഞാനിതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്ത സമയത്ത് ചില സമയത്തൊക്കെ തന്നെ ഈ ഒരു ബോട്ട്സ്റ്റോൺ 1000-2000 ബിലോ പ്രൈസ് റേഞ്ചിൽ വരാറുണ്ട് ഓഫറിന്, ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും. അപ്പോൾ ആ ഒരു പ്രൈസിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഡീലാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പീക്കറാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഈ ഒരു പ്രൈസിന് വെർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു കുറ്റവും കണ്ടെത്താൻ പോകുന്നില്ല. അത്യാവശ്യം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റ് കേട്ടിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്തിട്ട് മറ്റേതെങ്കിലും അടിപൊളി സ്പീക്കർ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാം. കാരണം ഇനി പർച്ചേസ് ചെയ്യാൻ പോകുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും. സോ ജസ്റ്റ് ഒന്ന് ഒരു ഹെൽപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സൗണ്ട് ടെസ്റ്റ് കേൾക്കാമല്ലോ അല്ലേ? ലെറ്റ്സ് ഗോ. My own world of make-believe. Kids screaming in the cradles, profanities. I see the world through ice covered in ink and bleach. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush.
take my eyes open to force reality. Why can't you just let me eat my weight in glee? സോ ഗൈസ്, ഈ ഒരു ടെസ്റ്റ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു അടിപൊളി സ്പീക്കറാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇനി ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ബാക്കപ്പാണ്. 3000 mAh ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ബാക്കപ്പ് തരുന്നുണ്ട്, പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് നമുക്ക് 5 വോൾട്ട് 2 ആംപിയർ വരെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 10 വാട്ട്സിൻ്റെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്, അത്യാവശ്യം നല്ല ബാക്കപ്പ് തരുന്നുണ്ട്. എനിക്കൊരു 60 to 70 റേഞ്ച് വോളിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 days അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ കിട്ടാറുണ്ട്. അപ്പോൾ ബാക്കപ്പിൻ്റെ കാര്യത്തിലും കിടിലനാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാം. ഇനിയും ഇതുപോലെയുള്ള സൗണ്ട് ടെസ്റ്റൊക്കെ ഉള്ള കിടുക്കാച്ചി ടെക് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ക്യാച്ച് യു ഗൈസ് ലേറ്റർ. പീസ്.